സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ LD ക്ലർക്ക് എക്സാം എഴുതി, LD ക്ലർക്ക് ഉണ്ടായിരുന്നു, ASM ഉണ്ടായിരുന്നു, ഈ എക്സാമുകളൊക്കെ എഴുതി. അങ്ങനെ ഒരു എക്സാമുകളുടെ സീസൺ ഏറെക്കുറെ കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്കിലേക്ക് വന്ന് നിൽക്കുക. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാം അല്ല പറയുന്നത്, 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമുകളൊക്കെ കുറച്ചങ്ങ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് സംഭവിച്ചു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പൊ അന്ന് നമ്മൾ LDക്കൊക്കെ നല്ലപോലെ പഠിച്ചു, ശരിയാണ്, LDക്ക് പഠിച്ചു, നല്ലപോലെ എഴുതാൻ നമ്മൾ ശ്രമിച്ചു. ചെറിയ ചെറിയ പിഴവുകൾ കാരണം, എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാരണം കുറച്ചൊക്കെ നമ്മൾ ആ മാർക്കിനോട് അടുത്തെത്താതെ, അല്ലെങ്കിൽ ആ മാർക്കിൽ ചിലപ്പോൾ ലിസ്റ്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ലിസ്റ്റിന്റെ അടുത്ത് കട്ട് ഓഫിന്റെ തൊട്ട് അടുത്ത് വരെ വന്നിട്ട് പോയതായിരിക്കാം. അങ്ങനെ കുഞ്ഞു പിഴവുകളൊക്കെ കാരണം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് അതിന്റെ അടുത്തെത്താതെ തെന്നി മാറി ഒഴിവായി പോയതായിരിക്കാം. നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടാവും. കുറെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അന്ന് ശരിക്കും പഠിപ്പിന്റെ ഒരു വിഭാഗം കുട്ടികൾ എന്ന് പറയുന്ന, ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്, ഒന്ന് ചുമ്മാ പഠിച്ചു പോയെന്ന് എഴുതി നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ സെറ്റപ്പിൽ പോയതാ. അങ്ങനെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു രീതിയിൽ പോയി എഴുതിയപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി കുറേയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റി, അവർ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റി. ഒന്നൊന്ന് പഠിച്ചായിരുന്നെങ്കിൽ, ഒന്നുകൂടെ ശ്രമിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നതിനെ, ജോലി കിട്ടിയേനെ. അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായ ആൾക്കാരും നിരവധി ഉണ്ടായിരിക്കും. അപ്പൊ പിന്നീട് നമുക്കപ്പോ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തോന്നി. ആ വിശ്വാസം തോന്നിയിട്ട് ഇനി എഴുതാൻ എക്സാം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് എക്സാമുകൾ പെട്ടെന്നൊന്നും അന്നേരം സമയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ മുൻപിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ ബ്രേക്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന മികച്ച 2 അവസരങ്ങളാണ്. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ 10ാം ക്ലാസ് നിലവാരത്തിൽ നിങ്ങൾ LDക്ക് വേണ്ടിയോ ASMന് വേണ്ടിയോ ഒക്കെ എങ്ങനെ പഠിക്കാനായി ശ്രമിച്ചോ, അല്ലെങ്കിൽ ആദ്യയുടെ എക്സാമിന് വേണ്ടിയോ എങ്ങനെ പഠിക്കാൻ ശ്രമിച്ചോ, ആ പഠിത്തം ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുന്ന 2 എക്സാമുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ബെവ്കോ LD ആണ്, മറ്റൊന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. ഈ 2 പോസ്റ്റുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഈ ജോലി കിട്ടിയാൽ എങ്ങനെ LD ഒക്കെ പോലെ തന്നെ ആയിരിക്കുമോ എന്നൊന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ശരിക്കും ഈ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. നമ്മൾ പല വില്ലേജുകളിലൊക്കെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറുടെ ഒരു അസിസ്റ്റന്റ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫീൽഡിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് എന്ന രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. നല്ല പോസ്റ്റാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതിനു മുമ്പ് 2021 വന്നത്. 2021 അവസാനമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ സാലറി സ്കെയിൽ, അന്നത്തെ VFയുടെ സാലറി സ്കെയിലായി പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ LDയോട് ഏകദേശം സാമ്യമുള്ള രീതിയിലാണ് അതിന്റെ ഒരു സാലറി പാക്കേജ് ഒക്കെ വരിക. എന്തായാലും ഒരു 26K റേഞ്ച് തൊട്ട് ഒരു 26,000 രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. 26,000 തൊട്ട് ഒരു 60,000 രൂപ വരെയൊക്കെ പോവാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെയിലായിരിക്കും മിക്കവാറും പുതിയ നോട്ടിഫിക്കേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ഇനി ശമ്പള പരിഷ്കരണമൊക്കെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് അത് കൂടി പോവുകയാണ് ചെയ്യുക. എന്തായാലും ഇൻഫ്ലേഷൻ ഒക്കെ കൂടുന്നതിനനുസരിച്ച് ശമ്പള പരിഷ്കരണമൊക്കെ കാലാനുസൃതമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എക്സാമിന്റെ അല്ലെങ്കിൽ ഈ പോസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. പല എക്സാമും എഴുതുമ്പോൾ, LD ഒക്കെ എഴുതുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ചില ആൾക്കാർക്ക് സ്വന്തം ജില്ലയിൽ തന്നെ ജോലി വേണം, എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് കിട്ടണമെന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ LD പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജില്ലാതല എക്സാമുകൾ നോക്കി എഴുതുന്നവർക്ക് ഒരു നല്ല അവസരമാണിത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ VFA എക്സാമിനെ കുറിച്ച് ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഏകദേശം LDയോട് തുല്യമായിട്ടുള്ള രീതിയിൽ വേതനമൊക്കെയുള്ള ഒരു പോസ്റ്റാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ അവസരം എന്ന് പറയുന്നത് ബെവ്കോ LD ആണ്. ബെവ്കോ എന്ന് പറഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷനിൽ LD ക്ലർക്കായിട്ട് നമുക്ക് ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബെവ്കോയിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടുന്നു. ഇതിന്റെ സാലറിയും എന്തായാലും ഒരു 26K തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സാലറി അല്ല. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, എന്തായാലും 26,000 രൂപ തൊട്ടങ്ങ് തുടങ്ങി പോകുന്ന സാലറി ആയിരിക്കും. ഇവിടെ ഈ ഒരു കുറച്ച് അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്കുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം ഇതും 10ാം തല എക്സാം തന്നെയാണ്. ഇത് ജില്ലാതല എക്സാം അല്ലാതെ ആയിരിക്കും നടക്കുന്നത്. ഇതിലെ അഡ്വാൻറ്റേജുകളൊക്കെ ഓരോന്നും, ഈ 2 എക്സാമിനും കോമൺ ആയിട്ട് ഈ പ്രാവശ്യം ഉണ്ടാവാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഇതിന് പ്രിലിംസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ കുറെ കാലതാമസം എടുക്കുകയല്ല, പഠിച്ച് നേരെ പോയി അങ്ങ് എക്സാം എഴുതിയാൽ മതി. ഇനി സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഇത് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഈ എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലി, അഡ്വാൻറ്റേജ് അല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം എഴുതി നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ബെവ്കോ ഔട്ട്ലെറ്റുകളാവാം. ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളായിരിക്കാം, വിദേശ മദ്യമൊക്കെ നമ്മൾ നൽകുന്ന ഔട്ട്ലെറ്റുകളാവാം.
പഴയ പോലെ ഒന്നും അല്ല ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സൂപ്പർ ഔട്ട്ലെറ്റുകളൊക്കെ വരും, ഫുള്ള് ശീതീകരിച്ച മനോഹരമായിട്ടുള്ള മുറികൾ അങ്ങനെയൊക്കെ വരുന്ന വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ അയ്യോ അങ്ങനെയാണോ, അവിടെയൊക്കെ പോയി ഇങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഈ സൗകര്യങ്ങളൊക്കെ മാറി മാറി വരും. ഇനി രണ്ടാമത് ഇതിന്റെ വെയർ ഹൗസിലായിരിക്കാം, അതായത് ഇതിന്റെ സ്റ്റോറേജ് ഏരിയയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കാം ഒരുപക്ഷെ കിട്ടുന്നത്. അല്ലെങ്കിൽ ബെവ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ക്ലർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അങ്ങനെയൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ആവാനാണ് സാധ്യതയുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അട്രാക്ഷൻ നമുക്ക് ബോണസ് കിട്ടും. നമ്മളൊരു സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെസ്റ്റിവൽ സമയമൊക്കെ ആകുമ്പോഴത്തേനും ബോണസ് കിട്ടുന്ന പോലെ ഇവിടെ എന്തായാലും ബോണസ് കിട്ടും. ഓണത്തിന്റെ സമയത്ത് നല്ലതുപോലെ ബോണസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ബെവ്കോ എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയൊക്കെ അടുത്ത് വരെ ബോണസ് ഒക്കെ പലർക്കും കിട്ടിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബോണസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ വമ്പിച്ച മികച്ച ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പൈസ എന്തായാലും അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 10 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. നിങ്ങളുടെ ജോലി സമയം അത്രയും നീണ്ടതാണെന്നല്ല ഞാൻ പറയുന്നത്. 10 മണി തൊട്ട് 5 മണി വരെ, 10 തൊട്ട് 5 വരെയാണ് നിങ്ങളുടെ നോർമൽ സമയം, വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ഈ 5 മണിക്ക് ശേഷമുള്ള എക്സ്ട്രാ അവേഴ്സ് 4 മണിക്കൂർ നമ്മൾ പിന്നീട് നിൽക്കുമ്പോൾ അതിന് ആ എക്സ്ട്രാ ടൈമിന് പൈസ ഉണ്ടായിരിക്കും. ഒരിക്കലും എക്സ്ട്രാ വർക്ക് ചെയ്ത് നിങ്ങൾ LD ക്ലർക്കോ അല്ലെ VFA ബാക്കിയുള്ള ഏത് പോസ്റ്റിൽ ചെന്നാലും എന്തായാലും എക്സ്ട്രാ ജോലി ചെയ്താൽ ആ എക്സ്ട്രാ ജോലി ചെയ്യുന്നതിന് എക്സ്ട്രാ ടൈമിന് മൊത്തത്തിൽ പെർ അവർ അല്ലാതെ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക അതും കിട്ടുന്നതായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ പാക്കേജ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി നമുക്ക് കുറെ ലാഭമുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പോസ്റ്റാണ് ബെവ്കോ LD എന്ന് പറയുന്നത്. ബെവ്കോ LD നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഈ 2 പോസ്റ്റുകൾ ഉണ്ട്. ബെവ്കോ LD ഉണ്ട്, അതുപോലെ നമ്മൾ പറഞ്ഞു VFA ഉണ്ട്. 2 പോസ്റ്റുകളും LDക്ക് പഠിച്ച പോലെ ഉഴപ്പി പഠിച്ചാൽ അല്ലെങ്കിൽ അന്ന് പഠിച്ച അതേ നിലവാരത്തിൽ നിങ്ങൾ പഠിച്ചാൽ അത് നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം LD നമ്മളൊന്ന് വഴുതി വീണിട്ടാണ് നമ്മൾ അടുത്ത് ആലോചിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് പോരായ്മ നമുക്ക് വന്നോ ആ പോരായ്മകളെ പരിഹരിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അതേ സിലബസ് ആണ്, യാതൊരു മാറ്റവും ഇല്ല. അതേ സിലബസ് തന്നെ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഒന്ന് കുറ്റമറ്റതാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കയ്യിലിരിക്കും, നമ്മുടെ ഭാവി സുരക്ഷിതമാവും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ടി ഈ രണ്ട് പോസ്റ്റുകൾക്കും വേണ്ടി ഒരു ഒറ്റ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LDCക്കും VFAക്കും വേണ്ടിയിട്ട് നമുക്ക് ബാച്ച് ഉണ്ട്. ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 2000 രൂപ മാത്രമാണ്. 1 വർഷമാണ് ഇതിന് വാലിഡിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സാം വരെ ആയിരിക്കും ഇതിന് വാലിഡിറ്റി ഉണ്ടാവുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് 9995100800 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒന്ന് പഠിക്കാൻ ശ്രമിച്ചത് അങ്ങ് ഉപേക്ഷിച്ച് പോവാതെ ഒന്ന് ആഞ്ഞു പരിശ്രമിക്കാൻ, നല്ലതുപോലെ പരിശ്രമിക്കാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച 2 പോസ്റ്റുകളാണ്. പലർക്കുമുള്ള മറുപടിയും ഉത്തരങ്ങളും കൊടുക്കാനുള്ള അവസരം കൂടിയാണ്. വിനിയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. ബൈ.